ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അവകാശപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ നാവികസേനയെ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കൂടാതെ ഇറാന്റെ വ്യാപാര പങ്കാളികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. ഞങ്ങൾ അവിടേക്ക് നാവികസേനയെ അയക്കുന്നു. ഒന്നും സംഭവിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ അവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, ട്രംപ് പറഞ്ഞു. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും നിരവധി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉടൻ തന്നെ മേഖലയിൽ പ്രവേശിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ അനൗപചാരികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നീക്കം വാഷിംഗ്ടണിന്റെ സൈനിക ഓപ്ഷനുകൾ വികസിപ്പിക്കുന്നു, പക്ഷേ യുദ്ധത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തെ സൂചിപ്പിക്കുന്നില്ല. വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസം പൂർണ്ണ തോതിലുള്ള സംഘർഷത്തിന് മുന്നോടിയല്ല, മറിച്ച് ഇറാനെ തടയൽ, സമ്മർദ്ദത്തിലാക്കൽ, ഇറാന്റെ കണക്കുകൂട്ടുകൾ മനസ്സിലാക്കൽ എന്നിവയ്ക്കുള്ള വഴിയാണെന്നാണ് സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. അതിശക്തമായ മേധാവിത്വം ആസ്വദിക്കുമ്പോഴോ നാശം വളരെ കുറവായിരിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴോ മാത്രമേ US വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെടാറുള്ളൂ എന്നും വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ കാര്യത്തിൽ ഈ അനുമാനം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ശേഷി പരിമിതമാണെങ്കിലും 2025 ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ തിരിച്ചടി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി US വിലയിരുത്തുന്നു. ഇറാന്റെ പരിമിതമായ ആക്രമണം ഇസ്രായേലിലെ ഹൈഫ റിഫൈനറി, വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തു. ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് പ്രായോഗികമായ കാര്യമല്ലെന്നും ഇസ്രായേലിന് അതിന്റെ അനന്തരഫലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുമാണ് ഒരു ഇസ്രായേലി സുരക്ഷാകാര്യ വിദഗ്ധൻ പറഞ്ഞത്. അതേസമയം US-നുള്ള സന്ദേശം വ്യക്തമാണ്. ഏതൊരു സൈനിക നടപടിയും അവ എത്ര പരിമിതമായാലും നിയന്ത്രിക്കാൻ പ്രയാസമുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാവും. ഈ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സന്ദേശം കൂടുതൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാനാണെന്ന് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC നാവികസേന ഡെപ്യൂട്ടി കമാൻഡർ റിയർ അഡ്മിറൽ അക്ബർ സാദെ പറഞ്ഞു. ശത്രു തങ്ങളെ ആക്രമിക്കില്ലെന്നും കടലിൽ ബോംബുകൾ സ്ഥാപിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഭീഷണിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് അമിതമായി സംസാരിക്കുന്നുവെന്നും യുദ്ധക്കളത്തിൽ ഇറാൻ പ്രതികരിക്കുമെന്നുമാണ് IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ കമാൻഡർ മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവി പറഞ്ഞത്. മറ്റുള്ളവരുടെ താൽപര്യം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ കുറച്ചുകൂടി മനോഹരമായ ഭാഷ ഉപയോഗിക്കാമെന്നായിരുന്നു ഇറാന്റെ പ്രതിരോധ കൗൺസിലിലെ ആയത്തുള്ള അലി ഖാംനെയുടെ പ്രതിനിധിയായ അഡ്മിറൽ അലി ഷംഖാനി പരിഹസിച്ചത്. ഇറാന്റെ ഈ പ്രസ്താവനകൾ വെറും വാചാടോപമല്ല. പ്രതിദിനം ഏകദേശം 21 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇത് ലോകത്തെ വാർഷിക പെട്രോളിയം ഉപഭോഗത്തിന്റെ 1/4 വരും. ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഏകദേശം 30 മുതൽ 40% വരെയും കടന്നു പോകുന്നത് ഹോർമുസിലൂടെയാണ്. ഖത്തറിൽ നിന്നാണ് പ്രധാനമായും പ്രകൃതിവാതകം വരുന്നത്. ഹോർമുസിലെ തടസ്സങ്ങൾ പ്രദേശത്തെ മാത്രമല്ല, ആഗോള ഊർജ്ജ വിപണിയെ മൊത്തത്തിൽ ഞെട്ടിക്കും. പ്രശ്നങ്ങൾ പേർഷ്യൻ ഗൾഫിൽ മാത്രമായിരിക്കില്ല ഒതുങ്ങി നിൽക്കുക. ഇറാനെ US ആക്രമിച്ചാൽ ചെങ്കടലിലെയും ബാബൽ മന്ദബ് കടലിടുക്കിലെയും എല്ലാ അമേരിക്കൻ കപ്പലുകളെയും ലക്ഷ്യം വെക്കുമെന്ന് യമനിലെ അൻസാറുള്ള സർക്കാരിന്റെ സായുധ സേനയുടെ വക്താവ് യഹിയ സാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ ആഗോള ഊർജ്ജത്തിന്റെയും വ്യാപാരത്തിന്റെയും 2 നിർണായക ധമനികളായ ഹോർമുസ് കടലിടുക്കും ബാബൽ മന്ദബ് കടലിടുക്കും ഒരേ സമയം സുരക്ഷിതമാക്കേണ്ടി വരുമെന്നാണ് അതിനർത്ഥം. US-ന് ശക്തമായ നാവികസേനയുണ്ടെങ്കിലും അത് വളരെ ചെലവേറിയതും അപകടകരവുമായിരിക്കും. നേരത്തെ അൻസാറുള്ളക്കെതിരെ US ആക്രമണം നടത്തിയെങ്കിലും അവസാനം ഒമാന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിലെത്തേണ്ടി വന്നു എന്ന കാര്യം മറക്കരുത്. തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പാണ് സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത്. അതിനാൽ അവർ സാഹചര്യം വഷളാവരുതെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി. ഏതൊരു സംഘർഷവും ഊർജ വിപണികൾക്കും പ്രാദേശിക സുരക്ഷയ്ക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദിയും ഖത്തറും എല്ലാം പറയുന്നു. മൊത്തം സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇറാനുമായി വലിയ തോതിലുള്ള യുദ്ധം ട്രംപ് ആഗ്രഹിക്കുന്നില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. പകരം നിയന്ത്രിതമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് ഇറാനെ മാനസികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കാവുന്ന, US-ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്ത, പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതെയുള്ള പ്രതീകാത്മകമായ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അതൊരു പരിമിതമായ ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരായ പരോക്ഷ ആക്രമണങ്ങളാവാം, കൂടുതൽ ശക്തമായ സാമ്പത്തിക ഉപരോധം എന്നിവയായും മാറാം.
ട്രംപിന്റെ തീരുമാനം ആത്യന്തികമായി ഒരു പ്രധാന ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇറാന്റെ ആഭ്യന്തര ഐക്യമാണ് ആ ഘടകം. കലാപകാരികളെ അടിച്ചമർത്തിയതോടെ ഇറാന് അക്കാര്യത്തിൽ ആശങ്കപ്പെടാനുമില്ല. കലാപകാരികളെ ഒതുക്കിയത് 2021 ജൂണിൽ US-നും ഇസ്രായേലിനും നൽകിയ തിരിച്ചടിയേക്കാൾ വലിയ കാര്യമാണെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്.